എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഇപ്പൊ 900നെ കണ്ട് ഞെട്ടലോടുകൂടെ അതിനെ നോക്കി നിൽക്കും. ബ്രൂക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് അൺബിലീവബിൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാ തുറന്നു പിടിച്ചു നിൽക്കും. അപ്പൊ അതേസമയം ഫ്രാങ്കി അവൻ താഴേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഉസോപ്പ് അവൻ കണ്ണു നട്ട് ഇപ്പൊ 900നെ നോക്കി നിൽക്കുന്നത് അവൻ കാണും. ഉസോപ്പ്, നീ അവിടെ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഫ്രാങ്കി അവനെ വിളിക്കും. ഉസോപ്പ് വണ്ടടിച്ച് ചുറ്റും നോക്കും. അപ്പൊ ദൂരെ മുകളിലായിട്ട് നമ്മുടെ ആൾക്കാർ നിൽക്കുന്നത് അവൻ കാണും. അതേസമയം ഇവിടെ സാഞ്ചി ആണെങ്കിൽ 900നെ ചീത്ത വിളിക്കാൻ തുടങ്ങും. ലൂഫി, നീ ഈ ജാന്റിന്റെ ബോഡിയിലേക്ക് കയറി നിന്റെ നേച്ചർ അത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയോ? നിനക്ക് ഞങ്ങളെ ആരെയും കണ്ടിട്ട് തിരിച്ചറിയാനാവുന്നില്ലേ? ഇത് ഞങ്ങളാണ് നിന്റെ ടീംമേറ്റ്സ്. അതിനാ 900. ലൂഫിയോ? ഞാൻ ലൂഫിയൊന്നും അല്ല, എന്റെ പേര് 900 എന്നാണ്. ലൂഫി അവൻ എന്റെ ശത്രുവാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയാവും. ഇവിടെ ഫ്രാങ്കിക്കും സോറയ്ക്കും മനസ്സിലാവും സാഞ്ചി അവനാണെങ്കിൽ ആ 900ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന്. ഇവിടെ റോബിനും സാഞ്ചിയെ പോലെ തന്നെ 900നെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അതിന് ഉസോപ്പ് പറയും, വേണ്ട വേണ്ട, നീ ഇപ്പൊ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണ്ട. സാഞ്ചി അതിനെ വെല്ലുവിളിച്ച് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എങ്കിൽ അവന്റെ ഉള്ളില് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള പ്ലാൻ കാണും. അതില്ലാതെ ഒരിക്കലും അവൻ നേരിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവില്ല. റോബിനാണെങ്കിൽ അപ്പോഴും സാഞ്ചിയെ സഹായിക്കണം എന്ന് തന്നെയായിരിക്കും അവന്റെ മനസ്സ്. അപ്പൊ ഉസോപ്പ് വീണ്ടും പറയും, അവന്റെ കയ്യില് നമ്മുടെ എല്ലാവരുടെയും വാണ്ടഡ് പോസ്റ്റർ ഉണ്ട്. പക്ഷേ സാഞ്ചിയുടെ ഫോട്ടോ അത് മാത്രം അത്ര ക്ലിയർ അല്ല. ആ ഫോട്ടോ വെച്ച് അത് റിയൽ സാഞ്ചിയാണെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഉസോപ്പ് അങ്ങനെ കാര്യമായിട്ട് പറയുമ്പോ തന്നെ ആ 900 അത് സാഞ്ചിയോട് ചോദിക്കും, നിന്നെ കണ്ട ഈ ഫോട്ടോയിലുള്ള ഒരു പൈലറ്റിനെ പോലെ ഉണ്ടല്ലോ, നീ ആ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീം മെമ്പർ ആണോ? അതിന് സാഞ്ചി ചോദിക്കും, ആണെങ്കിൽ നീ എന്ത് ചെയ്യും? ഉസോപ്പും ചോപ്പറും അത് കേട്ട് ഷോക്കാവും. കാരണം അവര് പറഞ്ഞ കാര്യം അത് 8 നട പൊട്ടിയിരിക്കുകയാണ്. ആ വില്ലൻ അവൻ ഓൾമോസ്റ്റ് സാഞ്ചിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ ഗക്കോമുറിയുടെ പുറകിൽ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി ഇപ്പൊ രണ്ടുപേരും ഒരു ഡെറ്റന്റിലെത്തും. ലൂഫി ആണെങ്കിൽ അവന്റെ കൈയൊക്കെ നീട്ടി ആ ഗക്കോമുറി ഇടിക്കാൻ ശ്രമിക്കും. ലൂഫി ഓരോ തവണ ഇടിക്കും തോറും അവന്റെ ഷാഡോ ലൂഫിയുടെ പഞ്ചുകളെല്ലാം തന്നെ ഈസി ആയിട്ട് തടയുകയാണ്. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ ഗക്കോമുറിയെ ലോക്ക് ചെയ്യും. ലൂഫി പറയും, ഇനി നിനക്ക് രക്ഷയില്ല, നിന്നെ ഇപ്പോ ഈ നിമിഷം ഞാൻ നശിപ്പിച്ചു കളയും. അതിന് ഗക്കോമുറിയെ പറയും, ആക്ച്വലി നീ വെറും ഒരു മണ്ടനാണ്, നീയാണ് ശരിക്കും എന്റെ ട്രാപ്പിൽ ഇപ്പോ പെട്ടുകിടക്കുന്നത്. അതുമാത്രമല്ല നിന്റെ ടീംമേറ്റ്സ് അവരെ ഇതിനോടകം ആ 900 തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട് നമ്മുടെ ലൂഫി ശരിക്കും, യു ആർ റോങ്, ഒരു കാരണവശാലും എന്റെ ടീംമേറ്റ്സിന് ഒന്നും സംഭവിക്കില്ല. അത് കേട്ട് ഗക്കോമുറിയ അവൻ വീണ്ടും അവന്റെ ബാറ്റ്സിനെ ഇപ്പൊ ലൂഫിക്ക് നേരെ അയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ വവ്വാല് അതങ്ങനെ പറന്ന് മാക്സിന്റെ അകത്തേക്ക് വരുമ്പോഴായിരിക്കും ജിഗറോയും പെൻഗ്വിൻ സോംബിയും അവർ രണ്ടുപേരും ഇപ്പോഴും നിർത്താതെ ഫൈറ്റിലാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇൻവിസിബിൾ മാൻ അവൻ വീണ്ടും ഇപ്പൊ പ്രീസ്റ്റിനെയൊക്കെ വിളിച്ച് നാമിയായിട്ടുള്ള കല്യാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻവിസിബിൾ മാന്റെ മനസ്സിൽ സാഞ്ചി അവനെ ചവിട്ടിക്കൂട്ടിയ ആ ഒരു ഓർമ്മയാണ്. ഒരുപാട് ദേഷ്യത്തില് അവനതെല്ലാം കൺട്രോൾ ചെയ്ത് ഇപ്പൊ നാമിക്ക് കിസ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ആ വവ്വാല് അത് കറക്റ്റ് ടൈം അവിടേക്ക് പറന്നു വന്ന് ഇൻവിസിബിൾ മാന്റെ കിസ് അത് അതിന്റെ ഫേസിൽ ഏറ്റുവാങ്ങും. ഓ മൈ ഗോഡ്, ഇത് നീ ആയിരുന്നോ? നീ എന്തിനാ ഇതിനിടയിലേക്ക് വന്നേ? അതിനാ വവ്വാല് പറയും, ഞാനിവിടെ മുഴുവൻ അന്വേഷിച്ചു, ഗക്കോമുറിയെ കാണാനില്ല. അതിന് ഇൻവിസിബിൾ മാൻ അവൻ കൈ ചുരുട്ടി വവ്വാലിന്റെ ഒറ്റ അടി. ആ ഒരു അടിയില് അവൻ അങ്ങനെ അടിച്ച് താഴെ വീഴും. വവ്വാല് വീണ്ടും ഇപ്പൊ ചടകുടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് പറന്നു പോകും. അതിനുശേഷം അവിടെ മുഴുവൻ അന്വേഷിച്ച് അവസാനം ഒരു വിധത്തില് ഇപ്പൊ ഗക്കോമുറിയെ കണ്ടെത്തും. അവൻ ഗക്കോമുറിയോട് പറയും, നമ്മളിപ്പോ വലിയ അപകടത്തിലാണ്, കപ്പലിനിപ്പോ യാതൊരു കൺട്രോളും ഇല്ല, അത് കടലിലൂടെ എവിടേക്കൊക്കെയോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗക്കോമുറിയെ ക്യാഷ്വലായിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യേ, എനിക്കിപ്പോ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ തീരെ ടൈമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോവും. അവന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ലൂഫിയും അലറിക്കൊണ്ടേ ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ 900 അവനാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ അറഞ്ചം പുറഞ്ഞ കുത്താണ്. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സാഞ്ചി പറയും, ഇത്രയും ടൈം നീ എന്നെ അറ്റാക്ക് ചെയ്തു, പക്ഷേ ഇനി ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് 900ന്റെ അടുത്തേക്ക് ഓടി വരും. ചോപ്പറിനും ഉസോപ്പിനും ആണെങ്കിൽ കുറച്ച് സമാധാനമുണ്ട്. കാരണം അവൻ ഇത്രയും നേരവും ഒരുപാട് നേരം അവനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും സാഞ്ചിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ 900 അവനാണെങ്കിൽ ഇപ്പൊ ഗം ഗം എന്ന് പറഞ്ഞ് കൈ അങ്ങനെ നീട്ടിയെടുത്ത്
സാഞ്ചി ഇട്ടിക്കാനായിട്ട് തയ്യാറാവാണ്. അവന്റെ കൈയും നീണ്ടുവരുന്ന കണ്ട നമ്മുടെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ലൂഫിയുടെ പവറല്ലേ, അതെങ്ങനെ ഇവന് കിട്ടിയെന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടടിച്ചിരിക്കും. ചോപ്പർ ഉസോപ്പോ ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിക്ക് നിർദ്ദേശം കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ അതേസമയം റോബിൻ അവളാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. കാരണം ഈ ഒരു 900 എന്നുള്ള പേര് അവൾ എവിടെയോ കേട്ടിട്ടുണ്ട്. റോബിൻ ആണെങ്കിൽ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ ആരാണെന്ന് അവൾക്ക് പിടികിട്ടും. ഏഷ്യൻ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ ജയന്റ് ആണിവൻ. ഇവിടെയാണെങ്കിൽ സാഞ്ചിയും 900ഉം അവർ രണ്ടുപേരും ഇപ്പോഴും പൊരിഞ്ഞ പോരാട്ടത്തിൽ തന്നെയാണ്. 900ന്റെ ഓരോ അറ്റാക്കിൽ നിന്നും നമ്മുടെ സാഞ്ചി അവൻ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ 900 കൈ അങ്ങനെ നീട്ടി സാഞ്ചിയുടെ ബോഡിയിലേക്ക് ആഞ്ഞടിക്കും. ആ ഒരു അടിയില് സാഞ്ചിക്ക് നല്ല രീതിയിൽ പരുക്കു പറ്റും. അത് വീണ്ടും ഇപ്പൊ സാഞ്ചിയെ പിടിച്ചു വലിച്ച് തല കീഴായി അങ്ങനെ തൂക്കി നിർത്തിയിരിക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ അവന്റെ പേടി കൂടിക്കൂടി വരും. അവൻ സാഞ്ചിയെ പിടിച്ചു കഴിഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അവനിപ്പോ ചോപ്പറിനോടും ഉസോപ്പിനോടും പറയും. പക്ഷെ അവർക്കാണെങ്കിൽ 900ന്റെ അടുത്തേക്ക് പോവാൻ നല്ല പേടിയാണ്. 900 സാഞ്ചിയെ അങ്ങനെ കറക്കിയെടുത്ത് നിലത്തട്ടിക്കാൻ റെഡിയായിട്ട് നിൽക്കും. അപ്പൊ വീഴാണ് അവന്റെ തലയിലേക്ക് വലിയൊരു തീഗോളം. തീ അങ്ങനെ ആ 900ന്റെ തല മുഴുവനായിട്ടും കത്തിപ്പടരും. ഉടനെ അങ്ങനെ സൂം ചെയ്ത് അതാരാണ് ചെയ്തതെന്ന് കാണിക്കും. മറ്റാരുമല്ല, സാക്ഷാൽ ഉസോപ്പ്. 900 ആണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ടേൺ ചെയ്യും. ഉടനെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അവൻ കാണും. അവൻ ആ കയ്യിലുള്ള ലിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യും. അതില് ഉസോപ്പിന്റെ ഫേസ് മാത്രം അവൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ റോബിനെയും ചോപ്പറിനെയും അവൻ കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്യും. അത് കണ്ട് സോറോ പറയും, ഫ്രാങ്കി അവനെ വിടരുത്, എത്രയും പെട്ടെന്ന് അവനെ തടയണം. ഫ്രാങ്കി കറക്റ്റ് ആയിട്ട് അവന്റെ കൈ ഇപ്പൊ 900ന് നേരെ ഫോക്കസ് ചെയ്യും. എന്നിട്ട് അറഞ്ചം പുറഞ്ചം വെട്ടിവെക്കാനായിട്ട് തുടങ്ങും. 900 ആണെങ്കിൽ മറ്റൊന്നും ചെയ്യില്ല. അവര് കയറി നിൽക്കുന്ന ആ ഒരു ബിൽഡിങ് അതങ്ങനെ തല്ലി പൊളിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ബ്രൂക്കിനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴേക്ക് ചാടും. സോറയ്ക്കാണെങ്കിൽ 900നെ വെറുതെ വിടാൻ തോന്നില്ല. അവന്റെ സ്ക്വാഡ് വെച്ച് ആഞ്ഞു വെട്ടും. ആ വെട്ടില് അവന്റെ ഒരു പല്ല് അത് രണ്ടായിട്ട് കട്ടായി പോവും. അവനത് സഹിക്കില്ല. അങ്ങനെ കാലുമടക്കി സോറക്കിട്ടൊരു ഒറ്റ ചവിട്ട്. സോറ തെറിച്ചു പോയി ഒരു ബിൽഡിങ്ങിൽ അടിക്കും. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ കൈ നീട്ടി വീണ്ടും അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. അതിനാ 900 വലിയൊരു ബിൽഡിംഗ് അങ്ങനെ പിഴുതെടുത്ത് അതങ്ങനെ തവിട് പൊടിയാക്കി നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അപ്പോഴും അവർ ഓരോ ബിൽഡിങ്ങുകളുടെ ഭാഗത്തായി പോയി ഒളിച്ച് അതിൽ നിന്നും അവർ രക്ഷപ്പെടും. റോബിനാണെങ്കിൽ അവളുടെ കൈ ഉപയോഗിച്ച് ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം സോറോയെ അതിൽ ക്യാച്ച് ചെയ്യും. 900 വീണ്ടും ഇപ്പൊ സോറോയെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ഉസോപ്പ് അവന്റെ കയ്യിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഉപ്പ് അത് മുഴുവൻ വലിയൊരു ഉരുളയാക്കി അതിപ്പോ ആ 900നെ നോക്കി വലിച്ചു വിടും. ആ സോൾട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ വായിലേക്ക് പോവും. പക്ഷേ അവൻ പ്യൂരിഫൈ ആവില്ല. അതിന് കാരണം ഉസോപ്പ് ഉപയോഗിച്ച ഉപ്പ് അത് അവന്റെ സൈസിന് വളരെ കുറഞ്ഞു പോയി. ചോപ്പറിന് മനസ്സിലാവും ഇതാണ് അവന്റെ അവസരമെന്ന്. അവനിപ്പോ അവന്റെ ബോഡി അത് ബൾക്കാക്കി മാറ്റി ഫുൾ ഫോഴ്സില് ആ 900നെ ഇടിക്കാനായിട്ട് ഓടി അടുക്കും. അവൻ ക്ലോസ് എത്തുമ്പോഴേക്കും ആ 900 അവനൊരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് ചോപ്പർ അങ്ങനെ വന്നതുപോലെ തിരിച്ചുപോയി ബ്രൂക്കിന്റെ ബോഡിയിൽ വീഴും. ഇപ്പൊ സാഞ്ചി, ഫ്രാങ്കി, സോറോ, ഉസോപ്പ് അവരെല്ലാവരും അട്ടികെട്ടി വീണ് കിടക്കുകയാണ്. അവരെല്ലാവരെയും ആ 900 ഒരൊറ്റ നോട്ടത്തിന് ദഹിപ്പിച്ചു കളയും. ഞാനാണ് ഗഗ്ഗോ മുറിയുടെ കാവൽക്കാരൻ എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.